TPM സഭ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ MT തോമസിനെ ഓർമ്മ. സംസ്കാരം ബുധനാഴ്ച ചെന്നൈ ഇരുമ്പല്ലിയൂർ സഭ ആസ്ഥാനത്ത്. ദി പെന്തകോസ്ത് മിഷൻ സഭയുടെ പരമാധികാരിയും ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററുമായ MT തോമസ് ഓർമ്മയായി. അടക്കാരാധന മെയ് 13 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ചെന്നൈ ഇരുമ്പല്ലിയൂർ സഭാസ്ഥാനത്തെ ശുശ്രൂഷകൾക്ക് ശേഷം സഭാ സെമിത്തേരിയിൽ നടക്കും. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി പതിനായിരങ്ങൾ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരും. ഇരുമ്പല്ലിയൂർ സഭാസ്ഥാനത്ത് വെള്ളിയാഴ്ച രാത്രി 9:30 അന്ത്യം. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വസ്ഥത മൂലം 2 ആഴ്ചയായി സഭാസ്ഥാനത്ത് വിശ്രമത്തിലായിരുന്നു. കേരളം ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും മലേഷ്യയിലും സഭാ ശുശ്രൂഷകനായിരുന്ന അദ്ദേഹം 2018 സഭയുടെ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററായത്. തൃശൂർ ജില്ലയിലെ ആൽപ്പാറ സ്വദേശിയായ പാസ്റ്റർ MT 1973 സഭാ ശുശ്രൂഷകനായി. സാർവദേശീയ സഭയായ പെന്തകോസ്ത് മിഷൻ സഭയുടെ സ്ഥാപകനായിരുന്ന പാസ്റ്റർ പോളിന് ശേഷം തൃശൂർ ജില്ലയിൽ നിന്ന് ആദ്യമായി സഭയുടെ പരമാധികാര പദവിയിലെത്തുന്ന വ്യക്തി കൂടിയാണെന്ന പ്രത്യേകതയും പാസ്റ്റർ MT തോമസിനുണ്ടായിരുന്നു. തൃശൂർ ആൽപ്പാറ മായാലിൽ വീട്ടിൽ പരേതരായ തോമസ് വർഗീസ് മറിയാമ്മ ദമ്പതികളുടെ 3ാമത്തെ മകനായി 1950 മെയ് 24 ജനിച്ചു. മുഖപക്ഷം കൂടാതെ ഏവരെയും സ്നേഹിച്ചിരുന്ന പാസ്റ്റർ MT മറ്റ് ക്രൈസ്തവ പെന്തകോസ്ത് സഭാ നേതാക്കളുമായി ആത്മബന്ധം പുലർത്തിയിരുന്നു. സൺഡേ സ്കൂൾ പഠനത്തിലൂടെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ചെറിയ പ്രായത്തിൽ പരസ്യയോഗങ്ങളിൽ യേശുവിനെ സാക്ഷിച്ചതിലൂടെ ശ്രദ്ധേയനായി. ഇതിനിടയിലുണ്ടായ അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് ഭവനത്തിൽ വിശ്രമിക്കുന്നതിനിടെ പ്രാർത്ഥനയിൽ ദൈവിക ശുശ്രൂഷയ്ക്ക് വിളിയുണ്ടായി. ഇതോടെ സുവിശേഷ പ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിച്ചു. ചെന്നൈ അടയാറിൽ പരിശീലനത്തിനായി കടന്നുപോയി. അന്നത്തെ സഭ ചീഫ് പാസ്റ്ററായിരുന്ന AC തോമസിനൊപ്പമാണ് ശുശ്രൂഷകൾക്ക് തുടക്കമായത്. അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച അറിവും അനുഭവങ്ങളും സഭയുടെ നടത്തിപ്പും രോഗശാന്തി വരങ്ങളെക്കുറിച്ചുള്ള മൂല്യങ്ങളും ആത്മീക ഉണർവിനായി അവസാന നാൾ വരെ കൺവെൻഷണൽ പ്രസംഗങ്ങളിൽ MT വിശ്വാസ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചിരുന്നു. പാസ്റ്റർ AC തോമസ് നിത്യതയിൽ ചേർക്കപ്പെട്ട ശേഷം പാസ്റ്റർ MT മലേഷ്യയിലേക്ക് പോയി. പിന്നീട് സെന്റർ പാസ്റ്ററായി മുംബൈയിലെത്തി. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലധികമായി കൊട്ടാരക്കര, തിരുവനന്തപുരം, നാഗർകോവിൽ, ബാംഗ്ലൂരു, മുംബൈ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ സഭാ ശുശ്രൂഷകനായിരുന്നു. പിന്നീട് ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററായി നിയമിതനായി. സഭയുടെ പരമാധികാര പദവിയിലാകുമ്പോഴും അദ്ദേഹം വിശ്വാസികളെയും സഭാ ശുശ്രൂഷകരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമുള്ള സെന്റർ കൺവെൻഷനുകളിലും സ്ഥിരം പ്രഭാഷകനായിരുന്നു. രാജ്യത്തെ ഭരണാധികാരികൾക്കും ദേശത്തിന്റെ സമാധാനത്തിനുമായി കൺവെൻഷനുകളിൽ വിശ്വാസികളെ കൊണ്ട് 100 സ്തോത്രം പറയിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു. പാസ്റ്റർ MTയുടെ വേർപാട് TPM സഭയ്ക്ക് തീരാനഷ്ടമായി. മുംബൈ സെന്റർ അസിസ്റ്റന്റ് പാസ്റ്റർ MT ജോർജ് കുട്ടി, പരേതനായ വർഗീസ്, ഗീവർഗീസ്, നൈനാൻ മുംബൈ, ചാക്കോ ബറോഡ, ജോണി ന്യൂജേഴ്സി US, മറിയാമ്മ, ജോസ് എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, ഗുഡ് ന്യൂസ് ഫ്ലാഷ്.